നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ജനുവരി 16 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കോടീശ്വര യോഗമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യങ്ങളുമാണ്. ഈ നക്ഷത്രക്കാർ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്നൊരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ചെറുതും വലുതുമായ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു മാസത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. എന്ത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങൾ ആ ആഗ്രഹം നടത്തിയെടുക്കുവാൻ നമുക്ക് ഈ ഒരു പൂജ കൊണ്ട് കഴിയുന്നതായിരിക്കും. എന്ത് തന്നെയാലും 2025 ജനുവരി 16 മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരിൽ കോടീശ്വര യോഗം വന്ന് ഭവിക്കുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് ജീവിതത്തിൽ തെളിയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലെ എല്ലാ വിഷമതകളും സങ്കടങ്ങളും നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തൊഴിലിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായിട്ട് അനുഭവിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും ശത്രു ദോഷങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യവും അതിനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്നതായിരിക്കും. എന്ന് തന്നെയായാലും നിങ്ങൾക്ക് ഒത്തിരി മഹാഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ജനുവരി മാസം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്രക്കാരാണ്. ജ്യോതിശാസ്ത്രപരമായിട്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനകൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും. നിങ്ങളെ വെല്ലുവിളിച്ചവരെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ തലയുയർത്തി ജീവിക്കാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കൈവരുന്നതായിരിക്കും. ജീവിതത്തിൽ രാജയോഗം തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങൾ ഉറപ്പായും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും വളരെയേറെ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് കൈവരുന്നതായിരിക്കും. ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഐശ്വര്യത്തിൻ്റെയും ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ധാരാളം മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പാണ് ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു ജീവിത നിലവാരം കെട്ടിപ്പടുത്തുയർത്തുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങൾക്ക് പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും വളരെ ദീർഘനാളത്തെ കാത്തിരിപ്പിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളിൽ നിയമനം ലഭിക്കുന്ന സമയമൊക്കെയാണ്. ഉയർച്ചയും ജീവിത വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈമുതലായിട്ട് വന്നു ചേരുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനും സർവ്വ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ്.
ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും പൂർണ്ണ ഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുവാനും കഴിയുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സർവ്വ ഐശ്വര്യത്താൽ നിങ്ങൾക്ക് ജീവിതം കെട്ടിപ്പടുത്തുയർത്തുവാനും ഈ സമയം വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭാഗ്യാനുഭവത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ട് സഞ്ചരിക്കുവാൻ പോകുന്നത്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളും ബിസിനസ്സിൽ വിജയങ്ങളും സങ്കടങ്ങൾ പൂർണ്ണമായും അകലുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ വിഷമതകൾ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള നിലവാരം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ പൂർണ്ണമായും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറി ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും കെട്ടിപ്പടുത്തുയർത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല സങ്കട ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ് ഇനി അങ്ങോട്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുവാനും തുണയ്ക്കുവാനും കാരണമായി തീരുന്ന സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒത്തിരി ധനാഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈമുതലായിട്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച് നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും ഐശ്വര്യങ്ങളും നടക്കുന്ന ഈ സമയം തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവർക്കും ഉയർച്ചയുടെയും ഉന്നതിയുടെയും സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതം വളരെ വലിയ വഴിത്തിരിവുകളിലേക്ക് മാറുന്ന സമയമാണ്. നിങ്ങൾക്കതുകൊണ്ട് തന്നെ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സമ്പന്നതയും സൗഭാഗ്യവും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. എന്തു തന്നെയായാലും നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും ജീവിത വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടായി സമ്പൽ സമൃദ്ധമായിട്ടൊരു സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈശ്വര അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന ഈ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. നിങ്ങൾക്കതുകൊണ്ട് തന്നെ മഹാഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പ്രതിസന്ധികൾ അകലുന്നു, സങ്കടങ്ങൾ അകലുന്ന സമയമൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മക്കൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിൽ എല്ലാവിധമായ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ച് വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനുമുള്ള ഈശ്വര അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ലഭിച്ച് അതിസമ്പന്നമായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. എല്ലാവരുടെയും ജീവിതം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.